പരിഹാരം ഉണ്ടാവണം. വന്യമൃഗ ഇറങ്ങാതെ നോക്കണം. നമ്മളിവിടെ ടൗണിലായതുകൊണ്ട് അതിനെപ്പറ്റി വലിയ പരിചയം പോരാ. ഗവൺമെന്റ് നല്ലൊരു തീരുമാനം എടുക്കണം. അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന കാര്യമാണെങ്കിൽ അത് സംരക്ഷിക്കണം. ഈ മനുഷ്യനെ കൊല്ലുക അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലുക, രണ്ടാലൊന്നും ചെയ്യുക. മനുഷ്യന്മാർക്ക് വിലയില്ല, ജന്തുക്കൾക്ക് ജീവിജന്തുക്കൾക്കൊക്കെ വിലയാണ്. കൊല്ലാൻ പോകാനല്ല, ഓല് ഇതേമാർക്ക് തന്നെ നല്ലൊരു ഇതൊക്കെ ഇട്ടുകാണ്ട് ഇട്ടാൽ മതി. നമുക്ക് കൊല്ലേണ്ട ആവശ്യമില്ല. ഒക്കെ ജീവികളെ, നമ്മൾ ജീവികളെ പോലും ജീവികളാണ്. ഈ കൃഷി നശിപ്പിക്കാനായിട്ട് ഇത് ഇറങ്ങി ഇതാക്കണം. കൃഷിക്കാരന് ഒന്നും കിട്ടാത്തൊരവസ്ഥയ്ക്ക് വരണം നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാനുള്ള ഫോറസ്റ്റിൻ്റെ ഇതിൽ നിന്ന് അങ്ങനെ ഉണ്ടായിരിക്കണം. അത് സർക്കാർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്യണം. ഇതിലെ കാട്ടിപ്പോത്ത് വരെ ഈ അങ്ങാടി കൂടെ ഓടിയേക്കണം. മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക. അതാരായാലും ഇന്ന പാർട്ടിന്നോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കില്ല. ആര് ജയിച്ചാലും അതിനെന്ത് പരിഹാരം കണ്ടാൽ മതിയെന്ന് മാത്രം. പന്നികളെയൊക്കെ ഒരു 6 മാസത്തേക്ക് കൊല്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. പെറ്റുപെരുകണ ജീവിയാണല്ലോ, ഒരു 6 മാസത്തേക്ക് അതിനെ കൊല്ലാനുള്ള ഇത് കൊടുക്കണം. പരിഹാരം കാണേണ്ടത് ആവശ്യമില്ല, അത്യാവശ്യമല്ലേ, അത് ചെയ്യേണ്ട കാര്യമല്ലേ. എല്ലാ നേതാക്കന്മാർക്കും അറിയാവുന്ന കാര്യമാണിത്, എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഗവൺമെൻറ് അതിനൊരു തീരുമാനം ശരിക്കും ജനങ്ങൾക്കുള്ള ഒരു കാര്യം ഗവൺമെൻറ് എടുക്കുന്നില്ല. അതിനുള്ള വെയില് കെട്ടുക, ഇല്ല മറ്റുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും കണ്ടെത്തുക. ജനങ്ങൾക്ക് ഇതിൽ നടക്കണ്ടേ, ജീവിക്കണ്ടേ. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോണ കാര്യത്തിനായി കഴിഞ്ഞാലും രാത്രി ബൈക്കുമ്പോൾ പോണ കാര്യം പന്നി, നരി. ഇപ്പോൾ ഇവിടെ ഈ മുസ്ലിം അങ്ങാടിയിൽ ഇവിടെയൊക്കെ പന്നിയുണ്ട്, ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലത്തൊക്കെ. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാതെ. ഇപ്പോൾ എല്ലാവരും ഇതിങ്ങനെ പറഞ്ഞു പോകാമെന്നല്ലാതെ മറ്റുള്ള ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു 1000 ആൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാവും എന്ന് കരുതാം. ആദ്യമൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു, ഇപ്പോൾ അത് ഭയങ്കര പ്രശ്നമായി മാറിയിരിക്കണം. അതിനൊരു പരിഹാരം കാണണം നിർബന്ധമാണ്. കുറേ കാലമായിട്ട് ഇതിൻ്റെ ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തവണ ഇതിന് വേണ്ടി സമരവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. മനുഷ്യർക്ക് വിലയില്ലല്ലോ. മൃഗങ്ങളെ കൊന്നാലും കൊല്ലാൻ പാടില്ല, മനുഷ്യരെ കൊല്ലാം. അതാണ് ഇപ്പം നടക്കുന്നത് ഇവിടെ. മനുഷ്യജീവന് വിലയില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നിയമങ്ങളൊക്കെ പുതുക്കി പണിത നിയമങ്ങളൊക്കെ വനവും ഭൂമിയും ഒക്കെ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഉള്ളത്. ആ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങളാണ് നമ്മൾ ഭൂമിയിൽ കൊണ്ടുവരേണ്ടത്. മനുഷ്യന് വാസം ഉണ്ടാകണം. പണ്ട് ഇവിടെയൊക്കെ പറ്റ കാടായിരുന്നു, ഇപ്പം ഇവിടെയൊക്കെ നാടുകളായി, പോപ്പുലേഷൻ കൂടി വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് ജനങ്ങൾക്ക് ജീവിക്കണം. കാടിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവികളെ തടയാനും അതിന് പറ്റുന്ന മാർഗങ്ങളാണ് നിയമങ്ങൾ മൂലം ഉണ്ടാക്കേണ്ടത്. മനുഷ്യനും ഇതേപോലത്തെ ഒരു ജീവിയാണ്, ആ ജീവിക്കും ജീവിക്കേണ്ട അവിടെ. അതിനൊതുങ്ങുന്ന നിയമങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. നിയമം വേണം, വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. നിയമങ്ങൾ എന്ത് വേണം, മനുഷ്യന് ജീവിക്കാൻ കൂടി ഉതകുന്ന രീതിയിലാകണം. അതാണ് നമ്മൾ ആവശ്യം. കേന്ദ്രം ശരിയാക്കേണ്ടതല്ലേ, കേരള സർക്കാരിനെതിരെ ഒരു ഇതുമില്ലല്ലോ. കേന്ദ്രം ശരിക്കും നോക്കേണ്ടത്. അവരെത്തെല്ലാം ഇത്ര കാലം അവരല്ല ഈ നിയമം കൊണ്ടുവന്നത്, അവരാണിത് ശരിക്കും ഉത്തരവാദിത്തം ഏറ്റ് അവരാണ് ഇതിൻ്റെ നിയമങ്ങൾ ശരിക്കും ശരിയാക്കേണ്ടത്. നമ്മൾ പല രീതിയിൽ ആവശ്യപ്പെട്ടിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടാവുന്നില്ല. ആളുകൾ വളരെ രീതിയിൽ ഉൾക്കൊണ്ടത്. ഈ ഒരു എടക്കര പഞ്ചായത്തിനടക്കം നൽകുന്ന മലയോര മേഖലയിൽ വിവിധ ഭാഗങ്ങളിൽ മുഴുവൻ ഒരു കാടിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വനാതിർത്തിയുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെ ശ്രദ്ധയില്ലാത്തതിൻ്റെ കുറവുകൊണ്ട് ഓരോ ദിവസവും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആളുകളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പന്നി ഓടിയിട്ട് വരെ ആളുകൾ വീഴുന്നു, മരിക്കുന്നു. ഇപ്പോൾ അടുത്ത സമീപത്തിൻ്റെ 2 പ്രശ്നങ്ങളൊക്കെ അറിയില്ലേ. ഇപ്പം ഇന്നലെ പിന്നെ ഒരു മരണം ഒരു കുട്ടീൻ്റെ, അതൊക്കെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. കൃത്യമായ രീതിയിൽ പിന്നെ ഒരു സംവിധാനം ഇല്ല എന്നില്ല തന്നെയാണ് സത്യം. ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ ജനാധിപത്യത്തിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് പതിയൊന്നുമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ശാശ്വതമായ പരിഹാരം ഞങ്ങൾ നിലമ്പൂരുകാർ പ്രതീക്ഷിക്കുന്നുണ്ട്. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ നിയമം മാറ്റി എഴുതാനുള്ളൊരു സംവിധാനം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി അത്തരത്തിലൊരു തീരുമാനം എടുക്കാത്ത പക്ഷം സംസ്ഥാന സർക്കാരിൻ്റെ ഭാവി തുലാസിലാണ്. കുറേ ആൾക്കാരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനൊരു പരിഹാരം നമുക്ക് കാണണം. അതാണ് നമ്മൾ ആകാറ്. ഇങ്ങനെ പല ശല്യം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അതിനെപ്പറ്റി പറയാനുള്ളൂ, അല്ല വേറെ പറയാനല്ല. നമ്മുടെ ഇടതുപക്ഷ സർക്കാർ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. ആ നിയമം നിർമ്മാണം നടത്തണം എന്നാണുള്ള ഒരു നിലപാടാണ് ഉള്ളത്. ആര് വന്നാലും ശരി ഇതിന് വേണ്ടുന്ന ഒരു നിലപാടെടുക്കണം. എടുക്കുന്നുള്ളതാണ്. കാരണം ഇത്രയും കാലത്തല്ലാത്ത വികസനം ഇപ്പോൾ ഈ 9 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വികസനം കാര്യങ്ങൾ അവർ ചെയ്യുന്നുള്ളത് തന്നെയാണ് കാഴ്ചപ്പാട്. മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല സർക്കാർ. മൃഗങ്ങളെ കൊല്ലണമെന്ന അഭിപ്രായമില്ല, ഇതിനെ ചെറുക്കാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്കും. അതിന് നല്ല ഫോറസ്റ്റിൻ്റെ സൈഡ് വെച്ച് മതിൽ കെട്ടി അങ്ങനെയൊക്കെ ചെയ്യണം. അതിന് സർക്കാർ ഇപ്പോൾ ഓരോ ആവശ്യത്തിന് പൈസ ചിലവാക്കുക എന്നല്ലാതെ വേറൊരു പരിപാടി ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണം.
കാരണം ഞങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. അവിടെ പേടിച്ച് കഴിഞ്ഞൊല്ല ആന വരെ അതിൽ വന്നിട്ട് ഞങ്ങൾ പേടിച്ചൊക്കെ അതിലിതിലൊക്കെ പോയതായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു നല്ലൊരു പരിഹാരം കാണണം.